ജുബൈർ ഇബ്നു മുത്ഇം എന്നവർ പറയാണ്, വിശുദ്ധ ഹബീബായ നബി തങ്ങൾ സൂറത്തു തൂറിലെ ഈ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ ഞാൻ എൻ്റെ കർണപുടങ്ങളിൽ വന്ന് ഹബീബിൻ്റെ മധുരമായ പാലായനം റസൂലുള്ളാഹി തങ്ങൾ ഓതുന്നത് വളരെ മനോഹരമാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർള ബൽ ലാ യൂഖിനൂൻ അം ഇൻദഹും ഖസാഇനു റബ്ബിക് അം ഹുമുൽ മുസൈത്തിറൂൻ. നബിയെ ചോദിക്കൂ, അവരാണോ അവരെ പടച്ചത്? അവരാണോ പ്രപഞ്ചം പടച്ചത്? അതല്ല, അവരുടെ കയ്യിലാണോ അള്ളാഹുവിൻ്റെ ഖസാനകൾ കിടക്കുന്നത്? അള്ളാഹുവിൻ്റെ ഖജനാവുകൾ കിടക്കുന്നത് അവരുടെ കൈകളിലാണോ? ചോദിക്കും നബിയെ. وَإِن مِّن شَيْءٍ إِلَّا عِندَنَا خَزَائِنُهُ وَمَا نُنَزِّلُهُ إِلَّا بِقَدَرٍ مَّعْلُومٍ. ഏതൊരു സംഗതിയുടെയും ഖജനാവ് അള്ളാന്റെ കയ്യിലുണ്ട്. അള്ളാന്റെ കയ്യിലുണ്ട്. മൊബൈൽ ഫോണാണോ? അള്ളാന്റെ കയ്യിൽ അതിൻ്റെ ഖസാനകളുണ്ട്. എനർജിയാണോ, ഊർജമാണോ, അതിൻ്റെ ഖസാനകൾ അള്ളാന്റെ കയ്യിലുണ്ട്. വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. മനുഷ്യന് ആവശ്യമായ തോതിലും കണക്കിലും അളവിലും മാത്രമേ അള്ളാഹു ഭൂമിയിലേക്ക് അത് കൊടുക്കുന്നുള്ളൂ എന്ന് മാത്രം. അള്ളാഹുവിൻ്റെ അടുത്ത് അബൻഡൻസ്, അത് വളരെ, അതിൻ്റെ കയ്യും കണക്കുമില്ലാത്തത്ര റബ്ബിൻ്റെ കയ്യിലുണ്ട്. കൽക്കരി കൊണ്ട് ട്രെയിനോടിയിരുന്ന കാലം ഓർമ്മയുണ്ടോ? കൽക്കരി അവസാനിക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞ് ഒച്ചപ്പാടും ബഹളങ്ങളും ഉണ്ടായപ്പോൾ അതാ വരുന്നു പെട്രോളും ഡീസലും ഒക്കെ, അത് തീർന്നു. അപ്പോൾ അല്ലാഹ് ഭൂമി അങ്ങ് തുറന്നു കൊടുത്തു. ഗൾഫ് നാടുകളിൽ അതും കാണാൻ തുടങ്ങി. ഇനിയിപ്പോൾ അത് തീരും. ഒരു 65-70 കൊല്ലത്തെ സ്റ്റോറേജാണ് കൂടുതലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. ഒരു 65 കൊല്ലം കഴിഞ്ഞാൽ പെട്രോളും ഡീസലൊക്കെ തീരും. ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങൾ എടുത്തെടുത്ത് തീരും. അപ്പോഴേക്കും ഇതാ സോളാർ എനർജി വന്നു. സൂര്യപ്രകാശം കൊണ്ട് ഊർജം സ്വീകരിക്കുക. സൂര്യൻ തീരുന്നൊരു സമയം ഇദശംസു കുവ്വിറത്ത്, അപ്പോൾ പിന്നെ ഖിയാമത്ത് നാളാണ്. പിന്നെ ഇന്ന് ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുവരേക്കുള്ള എനർജി അള്ളാഹു തന്നു. നോക്കണേ ഓരോന്നും. എന്നപ്പോൾ ഈ സോളാർ എനർജിക്ക് ഒരു 1000 കൊല്ലം മുമ്പ് അള്ളാഹു കൊടുത്തുകൂടായിരുന്നോ? മനുഷ്യന് അതിൻ്റെ ടെക്നോളജി കൊടുത്തുകൂടായിരുന്നോ? ഇല്ലാ ബിഖദരിൻ മഅലൂം. അത് മെല്ലെ മെല്ലെ മതി. ലതർകബുന്ന തബഖൻ അൻ തബഖ. നിങ്ങൾ മെല്ലെ 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 മുന്നോട്ട് വരുന്നവരാണ്. നോക്കണം, ഓരോ തലമുറയും വിചാരിക്കും നമ്മൾ ഭയങ്കര ഉഷാറാണ്. നമ്മൾ വാപ്പന്മാരിലേക്ക് നോക്കി, പാവട്ടെ നമ്മളെ വാപ്പാർ, അവരുടെ കാലത്ത് മൊബൈലൊന്നുമില്ല, ഇപ്പോഴല്ലേ ഇതൊക്കെ തുടങ്ങിയത്. ഇപ്പം നമ്മളെപ്പറ്റി നമ്മളെ മക്കൾ, അടുത്ത തലമുറ പറയും, പാവ നമ്മളെ വാപ്പാർ, ഒരു ആകെ ഒരു മൊബൈൽ, ഒരു ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമൊക്കെ ഉള്ളായിരുന്നു, എന്തേനും അവരൊക്കെ മാമാങ്കം, നമുക്കിപ്പോൾ എന്തൊക്കെ ഉണ്ട്. അവരെപ്പറ്റി അവരെ തലമുറ പറയും, നമ്മുടെ വാപ്പാർക്ക് ഒന്നുമില്ലായിരുന്നു. ഇങ്ങനെ എല്ലാവരും പറയും കഴിഞ്ഞു പോയ തലമുറക്ക് വലിയ കഴിവൊന്നുമില്ലായിരുന്നു. എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു തമാശയാണ്, 2000-ൻ്റെ ശേഷമൊക്കെ ജനിച്ചാൽ മതിയായിരുന്നു, എന്നാൽ എന്തൊരു രസമല്ലേ, അടിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു. 2000-ൻ്റെ മുമ്പ് ജനിച്ചതും വലിയ മുതലായില്ല. ഞാൻ പറഞ്ഞു, പൊന്നു ചങ്ങാതി, ഒരു 100 കൊല്ലം മുമ്പ് നമ്മൾ ജനിച്ചെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഓരോ തലമുറയും നമുക്ക് വേണ്ടത് അള്ളാഹ് കണക്കാക്കിയത് നമുക്ക് കിട്ടും, അല്ലാത്ത ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എല്ലാറ്റിൻ്റെയും ഖസനാവ് അള്ളാഹിൻ്റെ കയ്യിൽ. സ്വർണം, ജ്വല്ലറികൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ള പോലെയാണോ ഇപ്പോഴേ? ഈ സ്വർണമെങ്ങാനും കുഴിക്കാൻ മനുഷ്യൻ തുടങ്ങി, ഇരുമ്പ് കുഴിച്ചെടുക്കുന്ന പോലെ സ്വർണം കുഴിച്ചെടുക്കുകയായിരുന്നുവെങ്കിൽ, നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ട്, അത് വലിയൊരു നിഅമത്താണ്. നമ്മുടെ ഇമാമന്മാരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു നിഅമത്ത്. സ്വർണം അത് കുറച്ചേ കിട്ടുള്ളൂ. ആഫ്രിക്കയിലുണ്ട്, ഉഗാണ്ടയിലുണ്ട്, നൈജീരിയയിലുണ്ട്, ഇവിടെയൊക്കെ വേറെയും ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വർണത്തിൻ്റെ മൈനുകളുണ്ട്, സ്വർണത്തിൻ്റെ കുഴികളുണ്ട്. വലിയ കുറച്ചേ കിട്ടുള്ളൂ. അതങ്ങ് ഒരുപാട് കിട്ടിയെന്ന് വിചാരിക്കുക, ലോകത്ത് സ്വർണത്തിൻ്റെ മൂല്യം ഇടിയും. പിന്നെ സർവ്വ ഡോളറും യൂറോയും ദിനാറും ദിർഹമോ എല്ലാറ്റിൻ്റെയും മൂല്യം നഷ്ടപ്പെടും. എല്ലാറ്റിൻ്റെയും കറൻസി മുഴുവനും അതിൻ്റെ മൂല്യം ഇടിയും. ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അങ്ങ് തകരും. അതുകൊണ്ട് അള്ളാഹു കുറച്ചേ കൊടുക്കുള്ളൂ സ്വർണം. ഇത്രയൊക്കെ ടെക്നോളജി കയ്യിലുണ്ടല്ലോ. എന്നാൽ പിന്നെ ഒന്നിച്ചങ്ങ് കുഴിച്ചെടുക്കല്ലേ. അടുത്തൊരു 100 കൊല്ലത്തേക്ക് അള്ളാഹ് വെച്ചത് നമുക്ക് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റില്ല. ഓരോ കാലഘട്ടത്തിനും അള്ളാഹു ആവശ്യമായതേ കൊടുക്കുള്ളൂ. അതാണ് എല്ലാറ്റിൻ്റെയും ഖജനാവ് എൻ്റെ കയ്യിലുണ്ട് അള്ളാഹ് പറയാം. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളതേ ഞാൻ ഇവിടെ തരുള്ളൂ. സുബ്ഹാനല്ലാഹ്. സ്വർണവും വെള്ളിയും ഇരുമ്പ് കിട്ടണ പോലെ കിട്ടൂല. ഇതൊക്കെ ഭൂമിക്കുള്ളിൽ കിടക്കുന്ന സാധനങ്ങളാണ്.
അറബ് രാജ്യങ്ങളുടെ വലിയ, ഞാൻ ഇന്നലെ ബഹ്റൈനിലായിരുന്നു, ഇന്നലെ രാത്രി ഈ സമയം. എന്താ ഒരു മരുഭൂമി! ബഹ്റൈൻ എന്ന് പറഞ്ഞ സാധനം കിതാബിലൊന്നും അതിൻ്റെ പേരെന്നല്ല. ബഹ്റൈൻ എന്ന് കിതാബിൽ പറയുന്ന പേര്, സൗദി അറേബ്യയിൽ അൽ അഹ്സാഇനെ കുറിച്ച് ബഹ്റൈൻ എന്ന് പറയും. ബഹ്റൈനിലെ സകാത്ത് വന്ന ചരിത്രമൊക്കെ ഉണ്ട് നബി തങ്ങളുടെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ തങ്ങളുടെ കാലത്തെ. അത് ആ ബഹ്റൈൻ ഇന്നത്തെ ബഹ്റൈൻ അല്ല, അത് സൗദി അറേബ്യയുടെ ഭാഗമായി ഇപ്പോഴത്തെ അൽ അഹ്സാ. അൽ ഹസാ നമ്മൾ പറയും, അൽ അഹ്സാഇനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ ബഹ്റൈൻ ചെറിയൊരു നാട്, എത്രയോ സ്കൈ സ്ക്രാപ്പേഴ്സ്, ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളുള്ള, ഒരുപാട് ബ്രിഡ്ജുകളും ഐലൻഡുകളുമുള്ള ഒരു മോഡേൺ സിറ്റി. ഭൂമിൻ്റെ ഉള്ളിലെ പെട്രോളും ഡീസലും കിട്ടിയിട്ടല്ലേ അത്. അതില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും അവിടേക്ക് വരുമോ? ആരെങ്കിലും അവിടെ ജോലി ചെയ്യുമോ? ബഹ്റൈനിൽ പോയിട്ട് UAE പോകുമോ? സൗദി അറേബ്യയിലേക്ക് പോകുമായിരുന്നോ? കുവൈറ്റിലേക്ക് പോകുമോ? ഖത്തറിലേക്ക് പോകുമോ? അവിടെ ഈ പെട്രോളും ഡീസലും കിട്ടിയില്ലെങ്കിൽ? ഈ പെട്രോളും ഡീസലും എന്താ സംഭവം? കോടിക്കണക്കിന് കൊല്ലം മുമ്പ്, നമുക്ക് കണക്കൊന്നും കൃത്യമായി നോക്കണ്ട, അവർ പറയണതാണ്, കൊട്ടക്കണക്കിന് പറയും. അത്രയും കൊല്ലം മുമ്പ് ജീവിച്ചു പോയ ജീവികൾ, അതുപോലെ മരങ്ങൾ, ചെടികൾ, ഇതൊക്കെ അളിഞ്ഞു പിടിച്ച് കൊല്ലങ്ങളോളം ഹൈ പ്രഷറിൽ ഭൂമിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അത് രൂപം മാറിയതാണത്തെ പെട്രോളും ഡീസലൊക്കെ. ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇത് കാണേണ്ട വയനാട്ടിലല്ല, നമ്മുടെ സത്യമംഗലം കാട്ടിലേക്കല്ലേ ഇതൊക്കെ കാണേണ്ടത്. ആഫ്രിക്കൻ നാടുകളിലല്ലേ ഏറ്റവും കൂടുതൽ പെട്രോളും ഡീസലും, കാരണം ഇത്രയും കൂടുതൽ പച്ചപ്പും മൃഗങ്ങളും ജീവികളൊക്കെ ഉള്ളത് അവിടെയല്ലേ. നമുക്കറിയാൻ പറ്റുന്നില്ല. ഫോസിൽ ഫ്യൂവലാണ് എന്നാ പെട്രോളിനെ കുറിച്ച് പറയാം. ജീവികളുടെ ശരീരം അളിഞ്ഞുണ്ടായ സാധനമാണ് ഈ പെട്രോളും ഡീസലും എന്ന്. നമ്മളതിന് വില കൂടുമ്പോൾ അങ്ങനെ ആലോചിക്കും, ഇപ്പം 110 ഇപ്പം എത്രയായി, ഇതുണ്ടായത് ഇങ്ങനെയാണെന്നാ പറയാ. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ചെടികളും മരങ്ങളൊക്കെ ഉള്ള ഇഷ്ടം പോലെ നാടുകളുണ്ട്. അവിടെ നിന്ന് സാധനം കിട്ടുന്നില്ലല്ലോ. ഒരു ചെടി പോലും ഉണ്ടാവാത്ത ഉണങ്ങിയ മരുഭൂമിയിലാണ് കോടിക്കണക്കിന് ഗാലൻ ദിവസങ്ങളോളം എടുത്തുകൊണ്ടിരിക്കുന്നത് പെട്രോളും ഡീസലും നാച്ചുറൽ ഗ്യാസൊക്കെ. അള്ളാഹുവിൻ്റെ ഖസാന റബ്ബ് തുറന്നു കൊടുത്തതാണ്, അള്ളാഹു തുറന്നു കൊടുത്തതാണ്. ഇല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് പോകുമോ? ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ? അവിടെ ഉപ്പുവെള്ളം കുടിക്കണ്ടേ? ശുദ്ധമായ വെള്ളം കിട്ടുമായിരുന്നു. അള്ളാഹു ഭൂമിക്കുള്ളിൽ കിടക്കുന്ന സാധനങ്ങളുടെ ഖസാനകളെ റബ്ബ് അൺലീഷ് ചെയ്ത് തന്നപ്പോഴാണ് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റിയത്. സുബ്ഹാനല്ലാഹ്. എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ അള്ളാഹുവേ നിന്റെ കയ്യിലാണ്. തങ്ങളോട് ചോദിക്കാൻ പറയാം, അം ഇൻദഹും ഖസാഇനു റബ്ബിക്. ഗൾഫ് നാടുകളുടെ വലിയ പ്രത്യേകത, നമ്മൾ ഈസാ നബി അലൈഹി സ്വലാം വരുന്നത് കാണട്ടെ, മഹ്ദി ഇമാം വരട്ടെ, ഖിയാമത്തിൻ്റെ അടയാളങ്ങളല്ലേ, അതൊക്കെ കാണാൻ വലിയ കൗതുകത്തിൽ കാത്തിരിക്കുകയാണല്ലേ. പക്ഷേ ഗൾഫ് നാട്ടിലെ ബുർജ് ഖലീഫയും പിന്നെ വലിയ വലിയ ടവറുകളും ഇതൊക്കെ തന്നെ വലിയ അടയാളങ്ങളാണ്. അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങളല്ലേ ഇതൊക്കെ. റസൂലുള്ളാഹി തങ്ങൾ പ്രവചിച്ചതല്ലേ, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസല്ലേ, വഅൻതറൽ ഹുഫാതൽ ഉറാതൽ ആലത റിആ അശ്ശായി യതതാവലൂന ഫിൽ ബുന്യാൻ. ആടുമാടുകളെ ഒട്ടകങ്ങളെ മേച്ചു നടന്നിരുന്ന ആളുകൾ യതതാവലൂന ഫിൽ ബുന്യാൻ, ലോകത്ത് ഉയരങ്ങളുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന കാലം. അന്ന് G+1 ഗ്രൗണ്ട് ഫ്ലോർ, പിന്നെ ഫസ്റ്റ് ഫ്ലോർ. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങളുടെ വീട് മദീനയിൽ ഒരു നില കെട്ടിടമാണ്. ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, പിന്നെ മേലെ ഒരു ഫ്ലോർ. തങ്ങൾ പറയാ, ഉന്നതമായ നീളമുള്ള ഹൈറ്റുള്ള ബിൽഡിങ്. ബുർജ് ഖലീഫിനെ കുറിച്ച് എന്താ പറയാ? അത്വൽ ഫിൽ ആലം, ദ ടോളസ്റ്റ് ഇൻ ദ വേൾഡ്. അത്വൽ എന്നാ പറയാ. അത്വൽ, തൂല ഉപയോഗിക്കുക അതിന്. നമ്മളൊക്കെ നിരപ്പായി വെർട്ടിക്കലായിട്ടുള്ള സംഭവം, ഹൊറിസോണ്ടലാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് തോന്നിപ്പോകും. അല്ല, ഹൈറ്റുള്ള ബിൽഡിംഗ് ഉണ്ടാക്കുക. 21-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലുമാണ് ഈ പ്രതിഭാസം ലോകം കാണുന്നത്. ഒട്ടകങ്ങളെ മേച്ചു നടന്നിരുന്ന ആളുകൾ ഹൈയസ്റ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി മത്സരിക്കുന്ന കാലം. ഗൾഫ് നാടുകളുടെ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര രസമല്ലേ. ബിൽഡിങ്ങുകൾ ഇങ്ങനെ ചുരുക്കുള്ള ഗ്ലാസ്സുള്ള ബിൽഡിംഗ് ഇങ്ങനെ കാണുമ്പോഴേ, ഇവിടെ പെട്രോളും ഡീസലും ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? അതുമാത്രമോ, ഹൈറ്റുള്ള ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ടെക്നോളജി വേണം, എത്ര എഞ്ചിനീയറിംഗ് വേണം, എത്രയെല്ലാം സയൻസ് പഠിച്ച ആളുകൾ വേണം, ക്രെയിന് വേണ്ടേ, ഈ പേസ്റ്റൊക്കെ മേലോട്ട് എത്തിക്കണ്ടേ, കോൺക്രീറ്റ്, അവിടെ ചെന്നിട്ട് ഈ അലൂമിനിയം സ്ട്രക്ചർ ഉണ്ടാക്കണ്ടേ, എത്ര ഹൈറ്റിലേക്ക് ഇത് കൊണ്ടുപോകണം. ആരെ കൊണ്ടുപോകണത്? 2 മീറ്റർ പോലും ഹൈറ്റ് ഇല്ലാത്ത മനുഷ്യന്മാർ, ഇവരാണിത് ചെയ്യുന്നത്.
അങ്ങനെ ഹൈറ്റുള്ളൊരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ലോകത്ത് സയൻസ് എത്ര ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു കാലം അന്ത്യനാളിൻ്റെ സൂചനയാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുക. നമ്മളത് ഇന്ന് ലോകം അടുത്താണ്. അവിടെ നടക്കുന്നത് ഇപ്പോൾ അവിടെ മഴ പെയ്ത വെള്ളത്തിൻ്റെ ഫോട്ടോ ഇപ്പം എത്തിയിട്ടുണ്ടാവും. നമ്മൾ സെക്കൻഡുകളെ കൊണ്ടാണ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത്. യാ അല്ലാഹ്, അം ഇൻദഹും ഖസാഇനു റബ്ബിക, നബിയേ അങ്ങയുടെ ആളുകളോട് ചോദിക്കണേ, അള്ളാഹുവിൻ്റെ ഖജനാവുകളുടെ താക്കോലുകളെല്ലാം ഈ മനുഷ്യൻ്റെ കയ്യിലാണോ? അംഹുമുൽ മുസൈത്തിറൂൻ, മനുഷ്യനാണോ ഈ പ്രപഞ്ചത്തിൽ അധികാരം ചെലുത്തുന്നത്? കാറ്റും വെളിച്ചവും കൊടുങ്കാറ്റും മഴയും മേഘങ്ങളും കാറ്റുകളും സമുദ്രവും കടലും വഴിയോരങ്ങളും കരകളും പുഴകളും നദികളും വെള്ളച്ചാട്ടങ്ങളും ചെടികളും സസ്യലതാദികളും റെപ്റ്റൈലുകളും പക്ഷികളും ജന്തുജാലങ്ങളും മണ്ണും വെണ്ണും ആകാശത്തെ താരസമൂഹങ്ങളും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് മനുഷ്യനാണോ? അല്ലാഹുവിൻ്റെ ചോദ്യം. ഇത് കേട്ടപ്പോഴാണ് വഖറൽ ഈമാനു ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിലേക്ക് ഈമാനിൻ്റെ വെളിച്ചം കയറി വന്നത് ഈ ആയത്തുകൾ കേട്ടപ്പോഴാണ്.